അധികം ആൾക്കാർ പുതിയൊരു സംഭവം ചെയ്യാൻ ഫെയിൽ ആവുന്നത് ഒരതിൽ ബാഡ് ആയതുകൊണ്ടല്ല, ബട്ട് ദേ ഹേറ്റ് ലുക്കിംഗ് ബാഡ് ഇൻ ഫ്രണ്ട് ഓഫ് അതർ പീപ്പിൾ. എല്ലാവർക്കും ഫസ്റ്റ് തന്നെ ജയിക്കണം, ഒരു ബിഗിനർ ആവാൻ താല്പര്യമില്ല. ഒരു ഫസ്റ്റ് ഇടുന്ന വീഡിയോ തന്നെ അവർക്ക് വൈറലാവണം, തുടങ്ങുന്ന ബിസിനസ് ഫസ്റ്റ് തന്നെ സക്സസ്ഫുൾ ആവണം, ഒരു ടൂർണമെന്റിന് ആദ്യമായിട്ട് പോവുകയാണെങ്കിൽ ആ ടൂർണമെന്റ് തന്നെ ജയിക്കണം. ബട്ട് ഗ്രോത്ത് ഡസൻ വർക്ക് ലൈക്ക് ദാറ്റ്. 100ഓളം വീഡിയോസ് ഇട്ടതിന്റെ ശേഷമാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതിൽ ഒരു ഡീസന്റ് ലെവലിലെങ്കിലും എത്തിയത്. ആദ്യം ഉണ്ടാക്കിയ വീഡിയോസിൽ അധികം വാസ് റിയലി ബാഡ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് വളരാന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി ഐ ക്രിയേറ്റഡ് വീഡിയോസ് ഓൾമോസ്റ്റ് എവറി ഡേ ഫോർ 100 days. അധികം ആൾക്കാരും പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല എന്ത്, ബാക്കിയുള്ളവരെ മുമ്പിൽ ഇവർ ബാഡ് ആയിക്കാണ്ട് ഒരു സംഭവം ചെയ്യുമ്പോൾ, സ്റ്റുപ്പിഡ് ആയിക്കാണ്ട് ചെയ്യുമ്പോൾ, ആദ്യത്തെ മിസ്റ്റേക്കുകൾ വരുത്തുമ്പോൾ അത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും, ഓല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പൊട്ടനാണെന്ന് തോന്നൂലേ എന്നുള്ള ഫീലിംഗ് കാരണമാണ് അധികം ആൾക്കാരും പെട്ടെന്ന് ഫെയിൽ ആവുന്നത്. പക്ഷേ ഈ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്, കേട്ടിട്ടുണ്ടാവും. എവറി എക്സ്പേർട്ട് യു നോ വാസ് വൺസ് എ ബിഗിന്നർ. ഒരിക്കലും നിങ്ങളൊരു സാധനത്തിൽ ഓൾറെഡി അടിപൊളിയായിട്ട് പിന്നെ അത് ചെയ്യാൻ തുടങ്ങല്ല. പകരം നിങ്ങൾ ആ ഒരു സംഭവം ചെയ്ത് അതിൽ മാക്സിമം മിസ്റ്റേക്ക് വരുത്തിയതിന് ശേഷമാണ് നിങ്ങൾ അതിൽ അടിപൊളിയാവുക.